ലഹരി വിരുദ്ധ പ്രചാരകനും മോട്ടിവേറ്ററുമായ മുൻ പോലീസുകാരൻ ഫിലിപ്പ് അമ്പാടിന്റെ അറസ്റ്റിനെ തുടർന്ന് വലിയ പ്രചാരണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം കൂടെയില്ല, അദ്ദേഹം ഒറ്റയ്ക്കാണ്, അത്തരത്തിൽ പലവിധ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബമാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഇസ എന്ന ഡോളി, മകൾ അമേയ, ഒപ്പം അദ്ദേഹത്തിന്റെ അഭിഭാഷകനും നമ്മുടെ കൂടെയുണ്ട്. വലിയ പ്രചാരണങ്ങളാണല്ലോ സാമൂഹ്യ മാധ്യമങ്ങളിൽ. കുടുംബം കൂടെയുണ്ട് എന്ന് തന്നെ ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. അതെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. ഈ കേസ് നിയമപരമായിട്ടുള്ള നടപടികളാണ് മുന്നോട്ട് പോകുന്നത്. അതെ, വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ജാമ്യത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കോടതി പിന്നീട് തീരുമാനിക്കട്ടെ. ഇപ്പം ഞങ്ങൾ മാനസികമായിട്ട് ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. നമ്മളിപ്പോൾ നിയമപരമായിട്ട് ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. നാസർ വക്കീലിനെയാണ് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഉത്തരവാദിത്വം പറയുന്നത് നമുക്ക് നിരപരാധിത്വം തെളിയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് അപ്പുറം കൂടുതലൊന്നും നമുക്ക് ഇനിയിപ്പോൾ പറയാനില്ല. കുടുംബം കൂടെയുണ്ട്. കുടുംബം കൂടെയുണ്ട്. കുടുംബം പപ്പയുടെ കൂടെയാണ്. ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. യാതൊരു പ്രശ്നങ്ങളും പപ്പയ്ക്കില്ല. മറ്റ് പ്രചാരണങ്ങൾ പറയുന്നവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ. സത്യാവസ്ഥ എന്നാൽ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്കെന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിൽ തെളിയിക്കുക മാത്രമേ നമ്മളുടെ ഉത്തരവാദിത്തമേ ഉള്ളൂ. ഇപ്പോൾ അതിപ്പോൾ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇസ്മി അൻവർഷ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അറിയാലോ, ടോപ്പിക്ക് മറ്റൊന്നുമല്ല, ഫിലിപ്പ് അമ്പാട് തന്നെയാണ്. നമ്മൾ അതിനെക്കുറിച്ച് 1-2 വീഡിയോ ചെയ്ത വ്യക്തി എന്ന നിലയ്ക്ക് ഇപ്പോൾ അവരുടെ കുടുംബം ഒരു മെയിൻ സ്ട്രീം ചാനലിന് ഒരു അഭിമുഖം കൊടുത്ത സ്ഥിതിക്ക് ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് അറിയണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായി. അപ്പം ഞാനിങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ പല വീഡിയോകളും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, എനിക്ക് ഇതിനകത്ത് മനസ്സിലായ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവർ ഫിലിപ്പ് അമ്പാടിൻ്റെ കൂടെ അല്ല താമസം. ഇവർ തമ്മിൽ സെപ്പറേറ്റഡ് ആണ്. ഇവർ ഡിവോഴ്സ് ആയതാണ്. അതിൻ്റെ തെളിവ് പറയുന്ന ഒരു വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ വെക്കുന്നുണ്ട്. അതൊന്നാമത്തെ കേസ് കേട്ട്. രണ്ടാമത്തെ കേസ് കേട്ട്, ഇവരൊരുമിച്ച് ആ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഫിലിപ്പ് അമ്പാട് ഞാൻ കുറ്റം ചെയ്തു, വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു, ഇങ്ങനെ പെണ്ണിനെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നൊക്കെ സമ്മതിച്ച സ്ഥിതിക്ക് ഇവരും വീട്ടിലുള്ള സമയത്താണെങ്കിൽ ഇവരുടെ പ്രസൻസിലാണോ ഈ ഒരു തെറ്റ് അദ്ദേഹം ചെയ്തത് എന്നത് ചോദ്യത്തിന് ഇവർ മറുപടി പറയണം. അത് രണ്ടാമത്തെ കേസ് കേട്ട്. മൂന്നാമത്തെ ഒരു കേസ് കേട്ട്, ഈ ഫിലിപ്പ് അമ്പാട് എന്ന് പറയുന്ന വ്യക്തി ആരെങ്കിലും കുടുക്കിയതാണോ അതോ ഇദ്ദേഹത്തെക്കുറിച്ച് അപവാദ പ്രചരണങ്ങളാണോ നടത്തുന്നത് എന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാകും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒത്തിരി വീഡിയോസ് കണ്ട് ആ കൂട്ടത്തിലാണ് ഞാൻ എൻ്റെ നാട്ടുകാരനായ കരുനാഗപ്പള്ളിക്കാരനായ ഡോക്ടർ അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ജംഗ്ഷൻ ഹാക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന KMML ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് പുള്ളി. അദ്ദേഹത്തിൻ്റെ ചാനൽ വഴി ഒരു വീഡിയോ ചെയ്തിട്ടത് ഞാൻ കണ്ടു. അപ്പം എനിക്ക് വിശ്വാസമായ ഒരു സോഴ്സാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം വെറുതെ എൻ്റെ നാട്ടുകാരനാണ്, എനിക്ക് പേഴ്സണലി അറിയാവുന്ന വ്യക്തിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം അദ്ദേഹം ഒരു തെളിവുമില്ലാതെ വെറുതെ വന്ന് ആരെക്കുറിച്ചും അങ്ങനെ പറയത്തില്ല, അങ്ങനെ ചാൻസും ഇല്ല. അപ്പോൾ ആ വീഡിയോ ഞാൻ കണ്ടു. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അതൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അത് എന്ത് തന്നെ ആയാലും, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, എന്തായാലും കമൻറ്റുകൾ രേഖപ്പെടുത്തണം. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക, നമ്മളെ സപ്പോർട്ട് കൂടി ചെയ്തു തരിക. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. അത് സ്കിപ്പ് അടിക്കല്, അവസാനം വരെ കാണാം. അത് നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് സഹായിക്കും. ഫിലിപ്പ് അമ്പാടിന്റെ ഭാര്യയുടെ കണ്ണീരണിഞ്ഞ ഇന്റർവ്യൂവും മോളുടെ ഇന്റർവ്യൂവും ഒപ്പമുണ്ടെന്ന അഭിമുഖവും ഒക്കെ കഴിഞ്ഞ ദിവസം ചാനലിൽ വെച്ച് അടിച്ച് തകർക്കുന്നുണ്ടായിരുന്നു. കുടുംബമില്ലെന്ന് ആരാണ് പറഞ്ഞത്? അദ്ദേഹത്തോടൊപ്പം കുടുംബം നിൽക്കുകയാണ്, ഞങ്ങൾ വേദനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രിയപ്പെട്ട സഹോദരി, വെറുതെ പറഞ്ഞു പറയിക്കരുത്. പറയാൻ ഒരു കൂട്ടം ആളുകൾ തയ്യാറായി നിൽപ്പുണ്ട്. പറഞ്ഞു പറയിക്കാത്തതെന്തെന്നറിയോ? ഒരു മനുഷ്യൻ നടന്ന് നീതിയുടെ പക്ഷത്താണ്, ന്യായമാണ്, സത്യമാണ്, ലഹരിക്കെതിരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരാൾ അത് കണ്ട് വിശ്വസിച്ച അനേകായിരങ്ങളല്ല, ലക്ഷങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ മനുഷ്യർക്ക് ബലഹീനതകൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ പ്രണയത്തിൽ അകപ്പെടാറുണ്ട്. ഇതങ്ങനെയൊന്നുമല്ല. ഇത് ഏറ്റവും നീച പ്രവൃത്തിയും ഏറ്റവും അധമ പ്രവൃത്തിയും അതിക്രൂരമായി പ്രവർത്തിച്ച, എല്ലാ തരത്തിലും അത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ആളുകൾക്ക് തിരിച്ചറിയാവുന്ന, ഇപ്പം കണ്ണീരണിയുന്ന ഭാര്യയ്ക്ക് സഹിതം തിരിച്ചറിയാവുന്ന, പോലീസ് സ്റ്റേഷനുകളിൽ മുഴുവൻ പലതരത്തിലുള്ള പരാതികൾ നൽകിയിട്ടുള്ള അവരൊക്കെയും ഇപ്പം കാപട്യം കാണിച്ച് കണ്ണീരണിയിച്ച് വെളുപ്പിക്കരുത്. ഈ പറഞ്ഞ കുഞ്ഞിനോട് ചെയ്തത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്, സമാനതകളില്ലാത്ത ക്രൂരത. അത്രമേൽ അധമനാണ് ഇയാൾ, അത്രമേൽ അധമൻ. ആൺകുട്ടികളെ പോലും വിട്ടിട്ടില്ല. പറയാൻ ഇവിടെ ഇരുത്തി ഇന്റർവ്യൂ നടത്താൻ ഒത്തിരി പേരുണ്ട്. അതിന് ഞാൻ മുതിരുന്നില്ല. അത് മുതിരാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതുപോലെ അത്രമേൽ മ്ലേച്ഛമായ രീതിയിൽ അതിനെ ഞാൻ പോലും സമീപിക്കേണ്ട എന്ന് വിചാരിച്ചു മാത്രമാണ്. അതുകൊണ്ട് ഈ കേൾക്കുന്നവരാരെങ്കിലും ഇതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കേ വേണ്ട. ഒരു കുഞ്ഞിനെ വളരെ ക്രൂരമായ രീതിയിൽ, വളരെ തന്ത്രപരമായി, അതൊക്കെ ഇപ്പം ഈ കരയുന്ന ജാൻസിക്ക് ഇതിൻ്റെ പലതും 100 ഇരട്ടി കാര്യങ്ങളും അറിയാവുന്നതാണ്. ഇപ്പം അതൊന്നും അറിയാത്തതുപോലെ ഭാവിക്കുകയാണ്. അറിയാത്തതുപോലെ ഭാവിച്ച് ആവർത്തിച്ച് കരയാൻ ശ്രമിച്ചാൽ അറിയാവുന്നവരെ ഇരുത്തി ഈ സമൂഹത്തിന് മുന്നിൽ പറയേണ്ടി വരും. എന്താ കാര്യം എന്നറിയോ?
തിരുത്താൻ പോലും മനസ്സുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന അത്രയും അധമപ്രവൃത്തിയും നീചപ്രവൃത്തിയും ചെയ്ത ആളാണ്. എൻ്റെ കയ്യിലുണ്ട് സ്ട്രോങ് എവിഡൻസുകൾ. ഇരയായ ആളുകളുണ്ട്. അതിന് ബ്രോക്കറായി പോകുമോ എന്ന് ഭയപ്പെട്ടവരുണ്ട്. ആണിനെയും പെണ്ണിനെയും കുഞ്ഞിനെയും വലുതിനെയും വിടാതെ ഈ പറയുന്ന അയാളുടെ മയക്കുമരുന്ന് വേഷം കെട്ടലും മദ്യവിരുദ്ധ വേഷം കെട്ടലും ഒക്കെ വെറും വേഷം കെട്ടൽ മാത്രമായിരുന്നു. അതൊക്കെ വെറും വേഷക്കെട്ടല്ല. ശബ്ദരേഖയൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട, അതെനിക്ക് ഉറപ്പില്ല. കാരണം ശബ്ദരേഖയൊക്കെ ഇപ്പോൾ ചാറ്റ് GPT-യിൽ എന്ത് ശബ്ദരേഖയും എന്ത് ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. അത് അവസരം മുതലാക്കാൻ വരുന്നവർ പറയുന്നതായിരിക്കും. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതങ്ങനൊന്നും അല്ല. ഇയാൾ ഇന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ അറിഞ്ഞിടത്തോളം ഏറ്റവും മഹാ ഫ്രോഡെന്ന് വിശ്വസിക്കാവുന്ന അങ്ങനെയുള്ളവർ വേറെ ഉണ്ടാവും. പക്ഷെ ആ ഫ്രോഡിൻ്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് മറുവശത്ത് ഏറ്റവും മാന്യനും മര്യാദക്കാരനും അതിൻ്റെ അപ്പുറത്തെ ആളായൊക്കെ അഭിനയിച്ച ആളാണ്. അത്രമേൽ അധമപ്രവൃത്തിയാണ് ഈ കുഞ്ഞിനോട് പോലും ചെയ്തത്. ഞാനതിൻ്റെ ഫേസ്ബുക്ക് അതിൻ്റെ സത്യസന്ധമായ ഒരു കാര്യം ഒരാൾ കുറിച്ചത് എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അത് എനിക്ക് കാണിക്കാൻ എൻ്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല. ഐപില്ല് വാങ്ങിച്ചു കൊടുക്കുക, എന്നിട്ട് മറ്റു പലതും കൊടുത്ത് ഉപദ്രവിക്കുക, എന്നിട്ട് കേസെടുത്താൽ ആത്മഹത്യ എന്ന് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഇതൊക്കെ അറിയാവുന്നവർ മമ്പാടിൻ്റെ കുടുംബത്തിലുണ്ട്. ഫിലിപ്പ് മമ്പാടിൻ്റെ കുടുംബത്തിലുണ്ട്. ഇത് അവർക്കൊക്കെ അറിയാം നന്നായി. ഈ ഫിലിപ്പ് മമ്പാടിൻ്റെ ഭാര്യയ്ക്ക് അറിഞ്ഞുകൊണ്ടാണ്, വെറുതെ അല്ല. ബാക്കിയൊക്കെ കാണുന്നത് നാടകമാണ്. എനിക്ക് ഈ കാണുന്നവരോട് പറയാനുള്ളത്, സാമൂഹ്യ മാധ്യമത്തിൽ എന്തെങ്കിലും പറയുമ്പോൾ മനുഷ്യൻ എന്നുള്ള നിലയിൽ ആരും പരിശുദ്ധനല്ല. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഒരാളും പരിശുദ്ധനല്ല. എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ചകളോ ന്യൂനതകളോ ഒക്കെ വന്നു പോയിട്ടുണ്ടാവാം. പക്ഷെ നീചനും അധമനും ക്രൂരനുമാകരുത് ഒരാൾ. അതുകൊണ്ടാണിത് പറയുന്നത്. അതുകൊണ്ട് ആ കണ്ണീര് വെച്ചൊന്നും ആരും വെളുപ്പിക്കരുത്. അങ്ങനെ ഇനിയും കണ്ണീര് വെച്ച് വെളുപ്പിച്ചാൽ ഇവിടെ കൊണ്ടിരുത്തി പറയിക്കും അനുഭവസ്ഥരെ, കൂടെ നടന്നവരെ, കൂടെ നിന്നവരെ. അത്ര അധമ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് ഇയാൾ. ആളുകളെ മയക്കുന്ന ഗുളികയുണ്ട് ഇയാളുടെ കയ്യിൽ. അറിയോ? ആ ഗുളിക കൊടുത്തിട്ട് ആൺകുട്ടികളെ, എനിക്കറിയാവുന്ന ആണിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇയാൾ. ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടിയവരുണ്ട്. എന്നിട്ട് കരയുക, വെളുപ്പിക്കുക. അപ്പം അനിൽ സാറിൻ്റെ ഈ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹം ഒന്നും ഇല്ലാതെ, ഒരു തെളിവും ഇല്ലാതെ അങ്ങനെയൊന്നും പറയത്തില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. കാര്യം എൻ്റെ നാട്ടുകാരനാണ്, കരുനാഗപ്പള്ളിക്കാരനാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് തന്നത്. ഇപ്പോഴും ഈ ഫിലിപ്പ് മമ്പാടിനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കുന്ന കുറച്ച് പേര് ഉണ്ട്. അവർക്ക് അവരുടേതായ ന്യായങ്ങളും കാണും. അത് നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എന്നിരുന്നാലും വാസ്തവം, സത്യം അത് മായ്ച്ചു കളയാൻ പറ്റത്തില്ല. പണ്ഡിതനും പാമരനും പെട്ടുപോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. മനുഷ്യനാണ്. ഇതിനകത്ത് പറഞ്ഞതുപോലെ എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കത്തില്ലെന്നൊന്നും പറയുന്നില്ല. അത് എനിക്കും നിങ്ങൾക്കും എല്ലാം സംഭവിക്കും. എന്നാൽ ഇത് തെറ്റല്ല. നിരന്തരം ചെയ്യുന്ന ഒരു കാര്യം തെറ്റല്ല. അത് അവരുടെ സ്വഭാവമാണ്. അപ്പോൾ അദ്ദേഹം ഈ ലൈം ലൈഫിൽ ഇത്രയും ഫേമസ് ആയി നിന്നുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് ഈ കാണിച്ച ഈ പ്രവൃത്തി പുറത്ത് വന്ന ഒരു കാര്യമാണെങ്കിൽ ഇനി വരാനുള്ളത് എന്തുമേടി കാര്യങ്ങൾ കാണും. നമ്മൾ അറിയാതെ പോയ എന്തെല്ലാം കാര്യങ്ങൾ കാണും. അതൊക്കെയാണ്. അതിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ നമ്മളിലേക്ക് എത്തും എന്ന് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇതൊക്കെ ഇങ്ങോട്ട് വെക്കുന്നത്, ഇനിയൊരു ഫിലിപ്പ് മമ്പാടുമാർ ഈ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഉണ്ടാകരുത്. ഉണ്ടായാൽ ഇതുപോലുള്ള ആണെന്നില്ല പെണ്ണെന്നില്ല, എല്ലാവർക്കും, പിള്ളേർക്ക് എല്ലാവർക്കും ഒരുപോലെ നാശമാണത്. അത് മനസ്സിലാക്കണം. കേട്ടില്ലേ? ഓരോരുത്തരുടെ സ്വഭാവത്തിൽ ആൺ പെൺ വ്യത്യാസം പോലും ഇല്ല. അത്രയ്ക്കും അതപ്പതിച്ചു പോയി. അപ്പോൾ ഈ പുള്ളിയുടെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സൈക്കോ മൈൻഡാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു ഇച്ചിരി ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിനകത്ത് പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതെ, ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് 22-23 വർഷമായി. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് താമസിക്കുന്നത്. കള്ളം, പച്ചക്കള്ളം. ചേച്ചി നട്ടാ കുരുക്കാത്ത നുണ എന്തിനു വേണ്ടിയിട്ടാണ് ചേച്ചി പറയുന്നതെന്നാലേക്ക്? ചേച്ചി പറയുന്നത് ചേച്ചിയുടെ ആദ്യ ഭർത്താവിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചേച്ചി പറയുന്ന ചേച്ചിയുടെ തൊട്ടുപുറം നിൽക്കുന്ന മകളുടെ അച്ഛന് വേണ്ടിയിട്ടോ എന്തിനു തന്നെ ആയിരുന്നാലും ചേച്ചി മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. 16 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പിച്ചി ചീന്തിയതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആദ്യ ഭർത്താവ് ഇപ്പോൾ അഴിക്കുള്ളിൽ കിടക്കുന്നത്. അപ്പൊ അതേപോലെ ഒരു നരാധമന് വേണ്ടി നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളെ പോലെയുള്ള അച്ഛന്മാർ എന്ത് ചെയ്യും? ഇവിടെ ഉയർത്തെഴുന്നേൽക്കും. ഈ കുട്ടിക്ക് വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കും. അത് കൊട്ടിയടയ്ക്കാൻ വക്കീലെന്നല്ല, നിങ്ങളെന്നല്ല, ആരെന്ത് സംസാരിച്ചാലും തെളിവോടുകൂടി തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരും. ഇതിൽ പറയുന്ന നിങ്ങൾ ആദ്യ ഭാര്യ എന്ന് എടുത്തു പറയുന്ന കാര്യം അറിയില്ല. നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന എവിടെയാണെന്നും നിങ്ങൾ പേര് മാറ്റി ഡോളി എന്ന പേരിൽ ഇസാ ജോസഫ് എന്നിലോട്ട് നിങ്ങൾ പരവായ പ്രവേശം നടത്തിയപ്പോൾ നിങ്ങൾ ചതിച്ച ഒരാൾ കൂടി ഉണ്ട്. ഇപ്പോൾ നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ ലിവിംഗ് ടുഗദർ പാർട്ട്ണർ. അയാൾ എവിടെയാണ്, എന്താണ് കാര്യങ്ങളെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. തെളിവുണ്ട്. അയാളോട് സംസാരിച്ചത് വരെ വേണമെങ്കിൽ ഇവിടെ കേൾപ്പിച്ചു തരാം. നിങ്ങളുടെ പേര് മാറ്റിയ ഡീറ്റെയിൽ കാര്യങ്ങൾക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളുടെ ആധാർ കാർഡ് ഞാനൊന്ന് പരിശോധിച്ചായിരുന്നു ചേച്ചി. ആധാർ കാർഡിൽ പണ്ട് നിങ്ങൾ ആയിരുന്നു ഡോളി. അത് നിങ്ങളുടെ ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ കണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന അഡ്രസ്സ് കെയർ ഓഫ് റെജി സെബാസ്റ്റ്യൻ, കുരിശുകുന്നേൽ, അടിവാരം. ഈ അഡ്രസ്സ് കറക്റ്റാണോ ചേച്ചി? അപ്പൊ ഇതനുസരിച്ച് ചേച്ചി നിങ്ങൾ പറയുന്നത് ഒരു വലിയ കള്ളമാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ 23 കൊല്ലമായിട്ട് ഒരേ വീട്ടിൽ സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന നിങ്ങളുടെ ഫിലിപ്പേട്ടന്റെ കൂടെയാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ OP നമ്പർ 743/2024 നിങ്ങൾ
കൊടുത്തിരിക്കുന്ന കോടതിയിലെ മൊഴി പ്രകാരം 22/8/2020 മുതൽ നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ പിരിഞ്ഞു താമസിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ഗ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഡിവോഴ്സ് ആണ് ഈ ഇരിക്കുന്ന പേപ്പർ. കണ്ടില്ലെങ്കിൽ ഒന്ന് കാണിച്ച്, ഇതാണ് നിങ്ങളുടെ ഡിവോഴ്സ്. ഇതും തലതിരിഞ്ഞായിരിക്കും കാണുന്നത്. കുഴപ്പമില്ല, ചേച്ചിക്കെങ്കിലും അറിയാലോ. ഒന്നുണ്ടേ, ഇത് നിങ്ങളുടെ തന്നെ ഡിവോഴ്സ് ആണല്ലോ. ഇതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പിരിയാനുള്ള കാരണവും സ്വമേധ നിങ്ങളെടുത്ത തീരുമാനങ്ങളും എല്ലാം ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ചേച്ചി ഇങ്ങനെ ഒരു വലിയ കള്ളം നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ കുട്ടികളുടെ അച്ഛനോടുള്ള സ്നേഹമാണോ, അതോ അയാൾ ഉണ്ടാക്കി സമ്പാദിച്ചിട്ടിരിക്കുന്ന സ്വത്ത് ഇനി അയാൾ അകത്ത് കിടക്കുമ്പോൾ അത് അടിച്ചു മാറ്റാൻ വേണ്ടി? കാരണം നിങ്ങൾ നിയമപരമായി വിവാഹബന്ധം വേർപെടുത്തുമ്പോൾ നല്ലൊരു തുക ഇദ്ദേഹത്തിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് ഇത് ചെയ്തതെന്നും തെളിവുകൾ കയ്യിലുണ്ട്. അപ്പൊ അതൊരു പ്രശ്നമല്ല. കാരണം ഡിവോഴ്സ് എല്ലാവരും ഞാനും ഒരെണ്ണം ചെയ്ത് അയച്ചതുകൊണ്ട് അത് പ്രശ്നമേ അല്ല. നമ്മുടെ സന്തോഷമാണ് ഏറ്റവും വലുത്. നമ്മൾ പക്ഷേ അത് കഴിഞ്ഞ ഒരാളോട് ജീവിക്കുമ്പോൾ അവരുടെ സന്തോഷം നമ്മൾ നോക്കണം. അതിന് പകരം വീണ്ടും പഴയ ആൾക്കാരോട് സ്നേഹം, കൊച്ചിൻ അച്ഛൻ വലിയപ്പച്ചൻ എന്നൊക്കെ പറഞ്ഞ് ഓടുമ്പം അതിനെന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എല്ലാവരും ഞാനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ ചേച്ചി പറയുന്ന ചേച്ചിയുടെ ആധാറിലുള്ള ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം, എന്താ സംഭവം ഇല്ലേ? ഒന്ന് കേട്ടിട്ട് വരാം. ഹലോ, റൈറ്റേട്ടാണോ? ചേട്ടാ നമസ്കാരം, എന്റെ പേര് ജെറിനാണ്. ഞാൻ വിളിച്ചു പറഞ്ഞല്ല, ഞാൻ വിളിക്കുന്നത് നമ്മുടെ കൊച്ചിന്നായിട്ടാണ്. കൊച്ചിന്ന് വിളിക്കുന്നത്. ഞാൻ വിളിച്ചു പറഞ്ഞില്ല ചേട്ടാ, നമ്മുടെ ആ ഫിലിപ്പ് സാറിന്റെ വൈഫിനെ ഒരു 3-4 കൊല്ലമായിട്ട് നിങ്ങളുടെ കൂടെയല്ലേ താമസിക്കുന്നത്? കല്യാണം കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവർ ഡിവോഴ്സ് ആയ സ്ത്രീയല്ലേ 2020? ഓഹോ, ഡിവോഴ്സിന് മുമ്പ് നിർത്തിയാണോ ഡിവോഴ്സ് കഴിഞ്ഞ് നിർത്തിയാണോ അവരെ? അപ്പൊ അതാണ് 4 കൊല്ലമായിട്ട് ഇയാളുടെ കൂടെ താമസിക്കുന്ന ചേച്ചിയുടെ കുമ്പിടിയാണോ? ഈ അവിടെയും ഇവിടെ ഒരുപോലെ താമസിക്കാൻ ചേച്ചിക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് കഴിവുണ്ട്? ചേച്ചിയുടെ ശത്രുവല്ല ഞാൻ, ചേച്ചിയുടെ മിത്രവുമല്ല ഞാൻ. പക്ഷേ ആരും കാണാതെ എവിടെയോ മറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ മറഞ്ഞിരിക്കപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു 16-കാരിയുണ്ട്. ആ 16-കാരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അവരുടെ വീട്ടിൽ ഈ പറയുന്ന ഫിലിപ്പ് അവന്റെ അമ്മയെ കൂട്ടി പോയി മാപ്പ് അപേക്ഷിച്ചു. ലക്ഷങ്ങൾ, 10 ലക്ഷം തരാം, 15 ലക്ഷം തരാം. ഒരു ചെറിയ സൈനൈഡ് കുപ്പി കാണിച്ചിട്ട് പറഞ്ഞു ഈ കുപ്പി ഞാൻ മരിക്കുമെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് ചേച്ചി? ഈ നിങ്ങളുടെ മകൾ അച്ഛനെ പറ്റി പറയുന്ന ചില കാര്യങ്ങൾ കേട്ടായിരുന്നു. മകളെ പറ്റി ആൾ പറഞ്ഞു, അത് എന്റെ പ്രശ്നമേ അല്ല. കാരണം ഞാൻ വന്നിരിക്കുന്നത് അത് സംസാരിക്കാനല്ല. ചേച്ചിയുടെ ചില വൈകാരിക നിമിഷങ്ങൾ ചേച്ചി പറഞ്ഞ പല കാര്യങ്ങളൊന്ന് കേട്ട് പറയാം. എനിക്കൊരു ബിസിനസ് ഉണ്ട്, അതിന്റെ കാര്യത്തിന് ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരാറുണ്ട്. അവിടെ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ നിൽക്കും. അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. പിന്നെ എല്ലാവരും പറയുന്ന കുടുംബ പ്രശ്നങ്ങൾ, എല്ലാ വീട്ടിലുള്ള കുടുംബ പ്രശ്നങ്ങൾ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അതിപ്പോൾ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലും കാണും, അത് സ്വാഭാവികമല്ലേ? കുടുംബത്തിൽ പ്രശ്നങ്ങൾ, കുടുംബം ഇല്ല, അത്രയേ ഉള്ളൂ ഒരു കാര്യം. ആരോ പറഞ്ഞു പഠിപ്പിച്ചത് ചേച്ചി അവിടെ വൊമിറ്റ് ചെയ്ത് വെച്ച് ഛർദ്ദിച്ചു വെച്ചതിന്റെ ഒരു ജാള്യത, കുറ്റബോധം ചേച്ചിയെ വേട്ടയാടുന്നത്. ചേച്ചിയുടെ മുഖം കണ്ടാലറിയാം നിങ്ങൾ മനസ്സിൽ നിന്ന് പറഞ്ഞതല്ല അതും. അതെന്തെങ്കിലും ആവട്ടെ, പക്ഷെ നിങ്ങളുടെ ബിസിനസ് എന്താണെന്ന് എനിക്കറിയാം. കാരണം ഇപ്പൊ ഞാൻ ആദ്യം അവരോട് സംസാരിച്ചില്ല, അയാളോട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് ബിസിനസ്. അയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 4 പശു ഉണ്ടെന്ന്. അവിടെ ചേച്ചിയുടെ പശു അല്ലേ ചേച്ചി ഇതുകൊണ്ട് ആയിരിക്കുന്നത്? ചേച്ചിയുടെ വീടല്ലേ ഇതുകൊണ്ട് ഈ ഇരിക്കുന്നത്? ആ വീട്ടിലും ആ പശുവിനെ നോക്കിയിരിക്കുന്നത് ചേച്ചിയുടെ ഒരു പൂജ താഴെ ഇരിക്കുന്നുണ്ടോ? ഇതാണ് ചേച്ചിയുടെ വീട്. അപ്പൊ ചേച്ചി സ്ഥിരതാമസമായിരിക്കുന്ന വീട് ഇതാണ്. ബിസിനസ് എന്ന് പറയുമ്പോൾ പാവ ചേട്ടനെ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പശുവിനെ വേറൊന്നും പിടിച്ചും പുല്ലും വെട്ടി മടുത്തെന്ന് പറയുന്നത്. അപ്പൊ ചേച്ചി അയാളോടെങ്കിലും ഒരു അല്പം ആത്മാർത്ഥത കാണിക്കണമേ എന്ന് അപേക്ഷിക്കാനാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിനോട് സംസാരിച്ചത് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ അറ്റാച്ച് ചെയ്തേക്കണമല്ല. പാവമാണെന്ന് തോന്നുന്നു. അയാളും പാവമാണ്, ചേച്ചിയും പാവമാണ്. കാരണം നിങ്ങളോടൊരു പ്രത്യേക സ്നേഹം അയാൾക്കുണ്ട്. അതെനിക്ക് അതിൽ നിന്ന് തോന്നി. ചേച്ചിയുടെ മകൾ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ, അന്ന് കേട്ടെ. മാനസികമായിട്ടും ഞങ്ങൾ വളരെയധികം തളർന്നിരിക്കുകയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും തളർത്തരുത് എന്നുള്ള അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും. സാഡാക്കി കളഞ്ഞു, കരയിച്ചു കളഞ്ഞു. മോളല്ല ചേച്ചി ഇടയ്ക്കേറി പറഞ്ഞു. ഇനി മോക്ക് പറയാനുള്ള കുടുംബം കൂടിയുണ്ട്. കുടുംബം പപ്പയുടെ കൂടെയാണ്, ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. യാതൊരു പ്രശ്നങ്ങളും പപ്പയ്ക്കില്ല. യാതൊരു പ്രശ്നവും പപ്പയ്ക്കില്ല. പപ്പയുടെ പ്രശ്നം എന്താണെന്നുള്ളത് ഇപ്പൊ ഏകദേശം നാട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലാണ്. പിന്നെ ഞാൻ പറഞ്ഞ വീട്ടിൽ പോയി പൈസ കൊടുക്കാം എന്നൊക്കെ പറയുന്നതിനും തെളിവുണ്ട്. അപ്പൊ നമ്മളത് എല്ലാം കൂടെ ഒരുമിച്ച് ആവശ്യമില്ലല്ലോ. പതുക്കെ മതി. കാരണം ഇവർ ഇനിയും നാടകം കളിക്കും. അപ്പൊ നാടകങ്ങൾ ഓരോന്ന് പൊളിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ വക്കീല് കൊള്ളാം. എന്തിനു വേണ്ടിയിട്ടാണ് വക്കീലെ വിവാഹബന്ധം വേർപെടുത്തി കഴിഞ്ഞിട്ടും ഒരുമിച്ച് ജീവിക്കുവാണ് എന്ന് ഇവരിപ്പോ പറയുന്നത്? അവരൊരിക്കലും വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇവരുടെ ബിസിനസ് എന്താ? ഇവരെവിടെയാണ് പോയി വരുന്നത്? ഇതൊന്നും അന്വേഷിക്കാൻ എന്താ ഈ നാട്ടിലുള്ള ആരും അന്വേഷിക്കില്ല നിങ്ങൾ കരുതി? ഇയാൾ തേച്ചു മാച്ച് കളയാൻ ശ്രമിക്കുന്നത് ഒരു 16-കാരിയുടെ സ്വപ്നങ്ങളെയാണ്. അതാദ്യം മനസ്സിലാക്കണം. അവളുടെ സ്വപ്നത്തെയാണ് ഈ നാറി എന്ത് ചെയ്തത്? വളച്ചൊടിച്ച് കളഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അവരെ ഒന്നും ന്യായീകരിച്ചുകൊണ്ട് ഒരിക്കലും വരരുതെന്നാ പറയുന്നത്. മകളെ നീ ആലോചിക്കണം, നീ ഒരു പെണ്ണാണ്. നിന്റെ അച്ഛൻ ചെയ്തത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം മനസ്സിലുണ്ടാകണം. സ്ത്രീയെ, നീ ഒരു അമ്മയാണ്. നിന്റെ ഗർഭപാത്രത്തിലും 2 ജീവൻ എടുത്തതാണ് ഇല്ലേ? ഒരു മകളും ഒരു മകനും. നിന്റെ മകൾക്കാണ് ഇത് വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേ? അവിടെ ഭർത്താവെന്നോ അച്ഛനെന്നോ സഹോദരനെന്നല്ല. അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. കാശ് കൊടുത്ത് ഒത്തുതീർപ്പാക്കാൻ നോക്കി, ബ്ലാക്ക്മെയിൽ ചെയ്തു, ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തു നോക്കി, ഒന്നും വില പോയില്ല. സംഭവം പുറത്തായി. അങ്ങനെ ഫിലിപ്പ് എന്ന വൻമരം വീണു, പിടിക്കപ്പെട്ടു. ഇപ്പോൾ ഈ ഫാമിലി വരാൻ കാരണം എന്താണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പെൺകുട്ടി അവരെ അച്ഛനുമായിട്ട് വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. പിന്നെ ഒരു ചെറുക്കനുണ്ടെന്ന് പറയുന്നത്, ആ ചെറുക്കൻ വീട്ടിൽ പോവുകയും വരികയൊക്കെ ചെയ്യുമെന്ന് പറയുന്നു. ഈ ഭാര്യയും 4 കൊല്ലത്തോളം ആയിട്ട് ഇപ്പം ഡിവോഴ്സായി വേറെയാണ് ജീവിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എനിക്ക് നൽകി നിങ്ങൾ കൂടെ നിൽക്കണമെന്ന് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്